ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകളുള്ളതായിട്ട് തോന്നി. ഒരു നോർമൽ സിനിമയുടെ കഥയായിട്ടല്ല. റീഇൻകാർണേഷനെ കുറിച്ചുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡിഫറെൻറ്റ് റീഇൻകാർണേഷൻ ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാര്യം 2 ഈറയിൽ പറയുന്ന കഥയാണ്. സോ അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് തന്നെ അതിൻ്റെ അകത്ത് കോണ്ടന്റ് വൈസ് അതിന് ലവ് എന്ന് പറയുന്നതിന് വലിയൊരു സ്ഥാനം, അച്ഛൻ മകൻ എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പിന് വലിയ സ്ഥാനമുണ്ട്. ഞാൻ അതാ പറയാം, സോ മെനി ആക്ഷൻസ്. സാധാരണ സിനിമകളിലായി കൂടുതൽ ആക്ഷൻ ഉണ്ട്. ഡിഫറെൻറ്റ് പീരിയഡിലുള്ള ഫിലിമാണ്. അത്തരം സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഓൾവേസ് ഐ സേ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ more than any other thing. I trust my director. So I had that kind of confidence with Nanda Kishore. അതുകൊണ്ടാണ് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്തത്. അത് സിനിമ കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് സിനിമയുടെ റണ്ണിങ്ങിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഫോർ മീ ഈ സിനിമ നല്ലൊരു കഥയായിട്ട് തോന്നി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തോന്നി, അതിൻ്റെ അതൊരു ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമയായിട്ട് തോന്നി. സോ ഐ ഡിഡ് ദാറ്റ് ഫിലിം. ഒരുപാട് ആക്ഷൻസിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. നമ്മൾ സാധാരണ കാണാത്ത ആക്ഷൻസ് ഉണ്ട്, ലൈക്ക് അതിൻ്റെ പീരിയഡ് ഫിലിമൊക്കെ ഉണ്ടല്ലേ. അപ്പം അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത. അതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല. അതിൻ്റെ കണ്ടന്റ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പം ഇത് ഋഷഭാന്നൊരു കഥ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല. ഒരു കഥയിലേക്ക് അവരെന്നെ ക്ഷണിക്കുകയായിരുന്നു. വി ഹാവ് എ സ്റ്റോറി ലൈക്ക് ദിസ്, ക്യാൻ യു ആക്ട്? ലൈക്ക് ദിസ് സ്റ്റോറി ഈസ് നോട്ട് റിട്ടൺ ഫോർ മോഹൻലാൽ. എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല. ഐ തിങ്ക് am I right, Nanda? You wrote a story, then you invited me to that film. So you can give more ideas on this. Just tell me. They want to know. Yeah, I understood the question. I can understand clear Malayali. So, sir, to answer your question, when we write a subject, it will be about a king who is like this. So after you are drafting, and after you cannot draft something keeping some particular aesthetics in mind, then your story will be inclined towards that particular entity or person or drive. But when you want to write a story in the purest of form, then there will be no imagination. So after the story is done, when you look at the story and when you say that who can do this, who can pull it off, then there was no doubt, no question, it was only Lalatendan sir. I did not see another alternate actor for that. So it is a blessing in disguise. This story, after being written, it was destined for Lal sir, is what I can say. When I was doing films with the big actors like Prem Nasi sir or Shivaji Ganeshan sir or Amitabh Bachchan or Rajkumar sir or Nagesh Rao sir, that kind of love and affection they showed it to me. That was a lesson to me. I have to carry that legacy and I am just giving to them. And correct. അവരെങ്ങനെയാണ് എന്നെ കണ്ടിരുന്നത്, എന്നെ എത്ര നന്നായിട്ടാണ് അവർ സ്നേഹിച്ചിരുന്നത്, എത്ര നന്നായിട്ടാണ് അവരെ ഒരു സിനിമയിലേക്ക് പുതുതായിട്ട് പോകുന്ന ഒരു ന്യൂ ആക്ടർ എന്ന രീതിയിൽ അവർ നമ്മളെ ഒരു തരത്തിലും അവർ പുതിയ ആക്ടറാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. ദേ ഹാവ് ഗിവൺ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് ടു മീ. സോ ഇറ്റ് ഈസ് മൈ റൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് മൈ എന്താ പറയണ്ടേ, എൻ്റെ ധർമ്മമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ കൂടെയുള്ള കൊളീഗ്സുമായിട്ട് ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യുക, അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചോദിച്ചാൽ അറിയുള്ളൂ. എനിക്ക് എൻ്റെ ധർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഐ കൺസിഡർ ഇറ്റ് ആസ് മൈ റൈറ്റ് ടു വർക്ക് വെരി ഓണസ്റ്റ്ലി വിത്ത് മൈ കൊളീഗ്സ്. അതാണ് എൻ്റെ എല്ലാ കോമ്പിനേഷനും എനിക്ക് മെമ്മറി തന്നെയാണ്. ഒരാളെ എടുത്ത് പറയാൻ പറ്റില്ല. ഓരോ സിനിമ അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഋഷഭയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ഋഷഭയിൽ നല്ല വളരെ എന്താണ് ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീക്വൻസുകളുണ്ട്. നമുക്ക് മെമ്മറിയിൽ ഇപ്പോൾ ഓടിയെത്തുന്നത് ഋഷഭയിലെ സീനുകൾ.